ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും സകല നന്മകളും കർത്താവ് തരാൻ പോവുകയാണ്. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. ആത്മീയ നന്മകളും വേണം, ഭൗതിക നന്മകളും വേണം. ഇതെല്ലാം സമർത്ഥമായിട്ട് കർത്താവ് അമർത്തി കുലുക്കി നിങ്ങളച്ചളന്ന് ആത്മീയ നന്മകളും ഭൗതിക നന്മകളും നിങ്ങൾക്ക് വാരിക്കോരി തരാൻ പോവുക. സാധിക്കുന്നതോളം ആത്മീയ വരദാനങ്ങൾ, കൃപകൾ, വചനത്തിൻ്റെ അഭിഷേകം, ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക. ഭൗതിക കാര്യങ്ങൾ ചോദിച്ചോ, എല്ലാം കർത്താവ് തരാൻ റെഡിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും കർത്താവ് ക്ഷമിക്കും, നമ്മോട് കരുണ കാണിക്കും. ഒറ്റ കണ്ടീഷൻ, നമ്മൾ അനുദപിക്കണം, പാപത്തിൻ്റെ വഴി ഉപേക്ഷിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 44-ാമത്തെ അധ്യായം 21-22 വചനങ്ങൾ. യാക്കോബേ, നീ ഇവ ഓർമ്മിക്കുക, ഇസ്രായേലേ ഓർമ്മിക്കുക, നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ സൃഷ്ടിച്ചു, നീ എൻ്റെ ദാസൻ തന്നെ. ഇസ്രായേലേ, ഞാൻ നിന്നെ വിസ്മരിക്കുകയില്ല. കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽമഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കും. എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കാർമേഘം പോലെ നിന്റെ തിന്മകൾ, മൂടൽമഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെ ഞാൻ തുടച്ചു നീക്കും. കാർമേഘത്തിന് പ്രത്യേകത എന്താ? അത് മഴ പെയ്യാൻ നേരത്ത് കാർമേഘം വരും. ചിലപ്പം മഴ പെയ്യാതെ തന്നെ കാർമേഘം പോയിട്ട് അവിടെ വെളിച്ചം കടന്നു വരും. ചിലപ്പം ആ കാർമേഘം മഴയായിട്ട് മാറും. അത് കാർമേഘത്തിന് പ്രത്യേകത. ചിലപ്പം കാറ്റടിച്ച് മേഘമൊക്കെ അങ്ങ് പോകുന്നു. അതുപോലെ മൂടൽമഞ്ഞ്, അതും പെട്ടെന്ന് തന്നെ മാറുന്നതാണ്. അതുപോലെയാണ് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മോടുള്ളത്. നമ്മുടെ പാപങ്ങളും തിന്മകളും എല്ലാം കർത്താവ് തുടച്ചു മാറ്റും. തിരിച്ചു വരിക എന്നാണ് കർത്താവ് നമ്മോട് വചനത്തിലൂടെ ആവശ്യപ്പെടുന്നത്. തിരിച്ചു വരിക. ഹല്ലേലൂയ. നീ കർത്താവിലേക്ക് തിരിച്ചു വരിക. യേശു സുവിശേഷ പ്രസംഗം തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞ വചനം എന്താണ് പറയാമോ? മർക്കോസ് 1:15 എന്തായിരുന്നു? മർക്കോസ് 1:15 ആർക്കെങ്കിലും പറയാമോ? അതെ, വചനം പറയാമോ? വചനമായിട്ട് പറയാമോ? സമയം പൂർത്തിയായി, സമയം പൂർത്തിയായി, സമയം പൂർത്തിയായി. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും സമയം പൂർത്തിയായി. മാനസാന്തരപ്പെടുവാൻ, പാപം ഉപേക്ഷിക്കുവാൻ, ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള സമയം പൂർത്തിയായി. നാളെ എന്നൊരു ദിവസം കിട്ടുമെന്ന് വിചാരിക്കേണ്ട. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പങ്കുവെച്ച ഒരു അനുഭവമാണ്. ആ സഹോദരിയുടെ ബന്ധുവാണ്, 52 വയസ്സ് പ്രായം. അദ്ദേഹത്തിന് ബിസിനസ്സൊക്കെ ഉണ്ട്. ആ ബിസിനസ് മെച്ചപ്പെടുവാൻ, പല ബിസിനസ്സുണ്ട്, മെച്ചപ്പെടാൻ വേണ്ടി അദ്ദേഹം മന്ത്രവാദം, കൂടോത്രം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യിക്കുമായിരുന്നു. അങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഉയർച്ച ബിസിനസ്സിലൊക്കെ ഉണ്ടായി, നന്നായിട്ട് സമ്പത്തൊക്കെ ഉണ്ടായി. കൂടോത്രത്തിൻ്റെ ഒക്കെ മന്ത്രവാദമൊക്കെ ഇതിൻ്റെ റേറ്റ് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അവർ പറയുകയാണ്, ഒരു തവണയൊക്കെ വലിയ രീതിയിൽ കൂടോത്രം ചെയ്തതിന് ഒരു റേറ്റ് പറഞ്ഞാൽ 2,10,000 രൂപ. ഞാനിതൊക്കെ ആദ്യം കേട്ടോ. ഒരു തവണ കൂടോത്രം, അത്രയ്ക്ക് ശക്തമായ പരിപാടിയാണ്. ഇന്ന് 2,10,000 രൂപ കൊടുത്ത് കൂടോത്രമൊക്കെ ചെയ്തു. എന്തുമാവട്ടെ, പിശാചിനെ കുട്ടുപിടിച്ച് സ്വത്തുക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന വീടും സ്വത്തുക്കളും ഒക്കെ ഉണ്ടാക്കി. 52-ാമത്തെ വയസ്സിൽ ഒറ്റ അറ്റാക്ക്, വെടിക്കെട്ട് പോലെ നിന്നു. ഒന്ന് കുമ്പസാരിക്കാനോ മാനസാന്തരപ്പെടാനോ ഒന്നിനും അവസരമുണ്ടായില്ല. ആള് ചത്തുപോയി എന്ന് പറഞ്ഞാൽ ശരി, മരിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നുമില്ല, ചത്തുപോയി. ഹല്ലേലൂയ. ഇന്ന് സംഭവിച്ചിരിക്കുന്നത്, ആ മനുഷ്യന്റെ ഭാര്യ പള്ളി പോകത്തില്ല, കുമ്പസാരിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, ദൈവത്തോട്, സഭയോട്, അച്ഛന്മാരോട് എല്ലാവരോടും വൈരാഗ്യമാണ്. ആരെയും ഇഷ്ടമല്ല. ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീയും കൂടെ ഉൾപ്പെട്ടാണ് മന്ത്രവാദവും കൂടെ ഉത്തരത്തിന് പോയത്. അവർ ശരിക്കും പൈശാചിക ബന്ധനത്തിലാണ്. എൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാൻ വന്നൊരു കേസാ. അവിടെ റിലേറ്റീവ് ആണെന്നും ഇവരൊക്കെ പറഞ്ഞ്, ഞാൻ പറഞ്ഞു ഒരു ഡെലിവറൻസിന് ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് അവരെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചു. കെട്ടിയോൻ ചത്തുപോയി, 52-ാമത്തെ വയസ്സിൽ അറ്റാക്ക്, കുമ്പസാരവില്ല, കൂതാശില, മന്ത്രവാദം, കൂടോത്രം പരിപാടിയൊക്കെ ആയിട്ട് നടന്നതാണ്. ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. ഒത്തിരി പൈസ നഷ്ടപ്പെട്ടു. ഒത്തിരി പേർക്ക് ലക്ഷങ്ങൾ കൊടുത്തു, വായ്പ കൊടുത്തു, കിട്ടിയില്ല. പെട്ടെന്ന് ചത്തുപോയതുകൊണ്ട് അങ്ങനെ പൈസ ആ വഴിക്ക് പോയി. എങ്ങനെയാട്ടെ, നാശം പിടിച്ചൊരു കുടുംബത്തിൻ്റെ ഒരു ചരിത്രം. അപ്പോൾ ഇത്രമാത്രം തുകയൊക്കെ ആവും ഈ കൂടോത്രം, വലിയ കൂടോത്രമൊക്കെ ചെയ്യാമെന്നൊക്കെ ഉള്ളത് ഒക്കെ ഒരു ആദ്യ അറിവാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇതുപോലെ പോകുന്ന ക്രിസ്ത്യാനികളുണ്ട്. ക്രിസ്ത്യാനികൾ, വ്യത്യസ്തമായ സഭാ വിഭാഗങ്ങളിൽപ്പെട്ട ക്രിസ്ത്യാനികൾ കൂടോത്രം, മന്ത്രവാദവും ആഭിചാരത്തിലൊക്കെ പോകുന്നവരുണ്ട്. 1-ാം പ്രമാണത്തിന് ലംഘനമാണ്. ഇതിൻ്റെ പിന്നാലെ പോയ വ്യക്തികള്, കുടുംബങ്ങൾ മുഴുവൻ അറ്റുപോകും, തീർന്നു പോകും. തലമുറ പോലും രക്ഷപ്പെടത്തില്ല. അത്ര വലിയ തിന്മയാണ് 1-ാം പ്രമാണത്തിൻ്റെ ലംഘനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. ചെറിയ പ്രശ്നമല്ല, വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ആഭിചാരം ചെയ്യുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് സാത്താന് കടന്നു വരാനുള്ള അവസരമായി. ഒരു വ്യക്തി കൂടോത്രം അല്ലെ മന്ത്രവാദം, ആഭിചാരം, ക്ഷുദ്രങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മേല്, ആ കുടുംബത്തിന് മേല് സാത്താന് അധികാരമായി. തലമുറയുടെ മേൽ സാത്താന് അധികാരമായി. ഹല്ലേലൂയ. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ആരും പോകരുത്. പോയിട്ടുണ്ടെങ്കിൽ അത് കുമ്പസാരത്തിൽ ഏറ്റുപറയണം. ശരിക്കും അനുദപിച്ച് ഉപേക്ഷിക്കേണ്ട ഒരു പാപത്തിൻ്റെ മേഖലയാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊന്ന് ശ്രദ്ധിക്കുക, നല്ലതാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വഴിയിൽ പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അനുദപിച്ചുകൊള്ളുക. ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ഇത്രയും വലിയ തുകയൊക്കെ ആവും വലിയ പൂജയ്ക്കെന്നൊക്കെ. വലിയ പൂജയും പരിപാടിയും ആഭിചാരം മറ്റു മതക്കാരെ ചെയ്യുന്ന, അപ്പം അതിന് ഭയങ്കരമായിട്ട് പൈസ ആവുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ സ്ത്രീ എന്നോട് പറഞ്ഞ സ്ത്രീ പറഞ്ഞത് 3 തവണ അവർ പോയെന്ന് പറഞ്ഞതിന്. 3 തവണ പോയപ്പോൾ എത്ര രൂപയായി? 6,30,000 രൂപയുടെ കൂടോത്രം. മറ്റുള്ളവർക്കിട്ട് പണി കൊടുക്കാനായിട്ടോ കേട്ടോ, മറ്റുള്ളവർക്ക് പണി കൊടുക്കുക, സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാനൊക്കെ പോയി ചെയ്ത. ഞാനിതൊക്കെ കേട്ട് നമ്മൾ എന്താ പറയുന്നത്? എന്താ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത്രമാത്രം തുകയൊക്കെ ആവുന്നൊക്കെ ആദ്യം കേട്ടത്, ആദ്യമായിട്ടാ കേൾക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്തു? സാത്താൻ ഉയർച്ച കൊടുത്തു, അഭിവൃദ്ധിയൊക്കെ കൊടുത്തു. 52-ാമത്തെ വയസ്സിൽ സാത്താൻ തന്നെ കൊണ്ടുപോയി. ഒന്ന് കുമ്പസാരിക്കാനോ അനുദപിക്കാനോ പള്ളിയിൽ പോകാനോ ഒന്നും താല്പര്യമില്ല. അവസാനം ആള് ഉറക്കത്തിൽ ചത്തുപോയി. ഹല്ലേലൂയ. എന്നിട്ട് അങ്ങോട്ട് പോയി കൂടോത്രം ചെയ്ത ആളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും. കൂടോത്രം മന്ത്രവാദമൊക്കെ ചെയ്തവരെ അങ്ങോട്ട് കൊണ്ടുപോകും, സാത്താൻ കൊണ്ടുപോകും. ഇതൊരു എനിക്ക് കിട്ടിയ ഒരു ആത്മീയ അറിവ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് മാത്രം. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, കുടുംബങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മേഖല തുറന്ന് കുമ്പസാരത്തിൽ പറയണം. വ്യക്തമായിട്ട് കർത്താവിൻ്റെ അഭിഷേകത്തോട് ഇക്കാര്യങ്ങൾ പറഞ്ഞ് കുമ്പസാരിക്കണം, മറച്ചു വെക്കരുത്. ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകത്തില് 13-ാം അധ്യായത്തില് ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനോ, ഒന്നുമുള്ള വചനങ്ങൾ, നിങ്ങളുടെ ഇടയിൽ നിന്നൊരു പ്രവാചകനോ സ്വപ്നവിശ്വനക്കാരനോ വന്നൊരു അടയാളമോ അത്ഭുതമോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും അവൻ പറഞ്ഞ വിധം സംഭവിക്കുകയും ചെയ്താലും, നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് പിഞ്ചെല്ലാം, അവരെ സേവിക്കാമെന്ന് അവർ പറയുകയാണെങ്കിൽ, നിങ്ങൾ ആ പ്രവാചകന്റെയോ വിശ്വനക്കാരൻ്റെയോ വാക്ക് കേൾക്കരുത്. ശക്തമായ മുന്നറിയിപ്പ്. ഒരു വ്യക്തി ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ, ഒരു പ്രവാചകൻ്റെ അടുക്കെ, ഒരു സ്വപ്നവിശ്വനക്കാരൻ അല്ല ജ്യോത്സ്യന്, പ്രാശികന്, കൂടോത്രക്കാരൻ്റെ അടുക്കെ പോയാൽ മതി. വിവാഹം നടക്കും, അല്ല സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും, നേട്ടമുണ്ടാകും, വസ്തു വിൽക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിളിച്ചാൽ ഒരു കാരണവശാലും ഇതിൻ്റെ പിന്നാലെ പോകുവാനായിട്ട് പാടില്ല. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 44:25 വ്യാജ പ്രവാചകന്മാരുടെ ശകുനങ്ങളെ അവിടുന്ന് വ്യർത്ഥമാക്കുകയും പ്രശ്നം വയ്ക്കുന്നവരെ വിഡ്ഢികളാക്കുകയും ചെയ്യുന്നു. പ്രശ്നം വെച്ച് കാര്യമൊക്കെ കൃത്യമായിട്ട് പറയും. സാത്താന് പറ്റും അങ്ങനെയൊക്കെ പ്രശ്നം വെച്ച് കാര്യങ്ങളൊക്കെ പറയും. പോകരുത്. വിജ്ഞാനികളുടെ വാക്കുകളെ അവിടുന്ന് വിപരീതമാക്കുകയും അവരുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഉണ്ട് ഈ വഴികളിൽ ഒരിക്കലും നമ്മൾ പോകുവാനായിട്ട് പാടില്ല. യെശയ്യാ 47-ാം അധ്യായത്തില് 13-ാമത്തെ വചനം: ഉപദേശങ്ങൾ കൊണ്ട് നിനക്ക് മടുപ്പായി. യെശയ്യാ 47:13. ഉപദേശങ്ങൾ കൊണ്ട് നിനക്ക് മടുപ്പായി, ആകാശത്തിൽ
രാശി തിരിച്ച് നിരീക്ഷിക്കുന്നവരും അമാവാസികളിൽ ഭാവി പ്രവചിക്കുന്നവരും മുന്നോട്ട് വന്ന് നിന്നെ രക്ഷിക്കട്ടെ. ആകാശത്തിൽ രാശി തിരിച്ച് നിരീക്ഷിക്കുന്നവർ, നിന്റെ ഭാവി അമാവാസികളിൽ പറയുന്നവർ, പ്രവചിക്കുന്നവർ മുന്നോട്ട് വന്ന് നിന്നെ രക്ഷിക്കട്ടെ. അവർക്കാർക്കും നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു ഭാവി പറയുന്ന പ്രവാചകനും നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആകാശത്തിൽ രാശി തിരിക്കുക, കളം വരച്ച് ആകാശത്തിൽ രാഹു ഇങ്ങനെ കളം തിരിച്ച്, ശുക്രൻ കേതു ശനി എന്നൊക്കെ കളം തിരിച്ച് കൃത്യമായിട്ട് ചിലപ്പം കാര്യങ്ങൾ പറഞ്ഞു തിരിക്കും. പോകരുത്, പോയാൽ അത് പൈശാചിക അടിമത്തത്തിലേക്ക്, ബന്ധനത്തിലേക്ക് നിങ്ങളെ നയിക്കും. ഒരുപക്ഷെ ചില കുടുംബങ്ങളെങ്കിലും നശിച്ച് തകർന്നു പോയതിൻ്റെ പിന്നിൽ ഈ ഒന്നാം പ്രമാണം എന്ന പാപം ഉണ്ട്. ഹല്ലേലൂയ. മോശ ദൈവസന്നിധിയിൽ 40 ദിനരാത്രങ്ങള് ആയിരുന്നു സീനായ് മലയിൽ. ദൈവമായ കർത്താവ് മോശയ്ക്ക് 10 കൽപ്പനകൾ കൊടുക്കുകയാണ്. 10 കൽപ്പനകൾ വാങ്ങി ഇറങ്ങി വരുമ്പോൾ മോശ ജനത്തിൻ്റെ വലിയ ആരവം കേൾക്കുകയാണ്. ജനത്തിൻ്റെ ഇടയിൽ വലിയ പാട്ടും കൂത്തും ഭയങ്കര സംഭവങ്ങളാണ്. മോശ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. സംഭവിച്ചെന്നറിയാമോ? അഹ്റോന് അവരെല്ലാം കൂടെ കൂട്ടി അവിടെ സ്വർണം മേടിച്ച് ഒരു കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് കാളക്കുട്ടിയെ ആരാധിക്കുകയാണ്. കാളക്കുട്ടിയെ ആരാധിക്കുകയാണ് അവര്. അവിടെ വചനം പറയുന്നു, ജനക്കൂട്ടത്തിന്റെ അഴിഞ്ഞാട്ടം കണ്ടിട്ട്, ആ വാക്ക ഉപയോഗിച്ചിരിക്കുന്നത്, ജനക്കൂട്ടത്തിന്റെ അഴിഞ്ഞാട്ടം കണ്ടിട്ട് മോശക്ക് സങ്കടവും ദേഷ്യനാണെന്ന് വാലിച്ച് ഈ പലകെടുത്തെറിയ 10 കൽപ്പനകൾ. ഹല്ലേലൂയ. കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുക. ജീവിക്കുന്ന ദൈവത്തെ മറന്നിട്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുക. ദൈവത്തിൻ്റെ ജനം അവർ ചെയ്ത ഏറ്റവും വലിയ ഒരു പാപമായിരുന്നു. അതിൻ്റെ ശിക്ഷ അവർ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നുണ്ട്. അവൾ ഒന്നാം പ്രമാണം ലംഘിച്ചോ, ശരിയായിട്ട് അനുദപിച്ചില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. വളരെ ഗൗരവമുള്ള പാപമാണ്. അതുകൊണ്ട് നമ്മളോ, നമ്മുടെ കുടുംബത്തിലോ, അപ്പൻ്റെ കുടുംബമോ, അമ്മയുടെ കുടുംബമോ, ഭാര്യയുടെ ഭർത്താവിൻ്റെ കുടുംബത്തൊക്കെ ഈ വിധ പാപം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമെങ്കിൽ നമ്മൾ പശ്ചാത്തപിക്കുക. ഇനി അറിയത്തില്ലെങ്കിലും കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ കുമ്പസാരത്തിലൊക്കെ അറിയാമെങ്കിൽ ആ മേഖലയൊക്കെ ഒന്ന് ഏറ്റുപറഞ്ഞ് നന്നായിട്ട് കുമ്പസാരിക്കുക. നമുക്ക് വളരെ വിടുതൽ കിട്ടേണ്ട ഒരു മേഖലയാണ് ഒന്നാം പ്രമാണ ലംഘനം. ഹല്ലേലൂയ. നമുക്ക് വലതുകരം ഉയർത്തിപ്പിടിക്കാം, ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായി, എൻ്റെ നാഥനായി ഞാൻ സ്വീകരിക്കുന്നു. ഉച്ചത്തിൽ പറയണം, പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. ഞാനോ എൻ്റെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയ പിതാക്കന്മാരോ സാത്താനുമായി എന്തെങ്കിലും ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞാനത് ക്യാൻസൽ ചെയ്യുന്നു. ഞാനത് ക്യാൻസൽ ചെയ്യുന്നു. മന്ത്രവാദത്തിന്റെ, ആഭിചാരത്തിന്റെ, ഒന്നാം പ്രമാണ ലംഘനത്തിന്റെ സകല പൈശാചിക പീഡകളും എന്നെയും എന്റെ കുടുംബത്തെയും മക്കളെയും തലമുറകളെയും ജനിക്കാനുള്ള തലമുറകളെയും വിടുതലാവട്ടെ. ശക്തമായി സ്തുതിച്ചേ, ശക്തിയോടെ സ്തുതിച്ചേ. യേശുവേ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചേ. എൻ്റെ യേശുവേ, ഞാനോ എൻ്റെ തലമുറയിലോ എൻ്റെ പൂർവികരോ ആരെങ്കിലും ഒന്നാം പ്രമാണ ലംഘനമായി പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവേ കരുണയായിരിക്കണമേ ഒന്ന് വിളിച്ചേ. ഉറക്കെ വിളിച്ചെൻ്റെ കുടുംബത്തിന് വേണ്ടി, തലമുറയുടെ ശാപബന്ധനത്തിൽ കെട്ടുകൾ അഴിയാൻ വേണ്ടി ഒന്ന് വിളിച്ച് യേശുവേ. ഇനി നമുക്ക് വലതുകരം വിട്ടുപിടിക്കാം. ഇനി ഇതിന് മറുവശം കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മളെയോ നമ്മുടെ കുടുംബത്തെയോ മക്കളെയോ ബിസിനസ്, ജോലി, എന്തെങ്കിലും നമ്മളെ തകർക്കാനായിട്ട്, കുടുംബം തകർക്കാൻ ആരെങ്കിലും നമുക്കെതിരായിട്ട് ആഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മളൊന്ന് തകർത്ത് പ്രാർത്ഥിക്കുക. വലതുകരം വെച്ച് പിടിക്കാം.
പ്രാർത്ഥിക്കാം ഉച്ചത്തില്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരനാമത്തിൽ കത്തോലിക്ക സഭയോട് ചേർന്ന് അഭിഷിക്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരനാമത്തിൽ എന്നെയും എന്റെ കുടുംബത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ആഭിചാരത്തിന്റെ, മന്ത്രവാദത്തിന്റെ, കൂടോത്രത്തിന്റെ പൈശാചിക ദുരാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ തിരിച്ചോരയാൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. നിർവീര്യമാവട്ടെ, നിർവീര്യമാവട്ടെ. എന്നെ തകർക്കുവാൻ, എന്റെ കുടുംബം തകർക്കുവാൻ, ബിസിനസ് തകർക്കുവാൻ, ജോലി തകർക്കുവാൻ, മക്കളുടെ ഭാവി തകർക്കുവാൻ, മക്കളുടെ ഭാവി തകർക്കുവാൻ ഞങ്ങൾക്കെതിരായി കെണികൾ ഒരുക്കിയിരിക്കുന്ന പൈശാചിക ദുരാത്മാക്കളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുന്നു. ആഭിചാരത്തിന്റെ ബന്ധനം അഴിയട്ടെ, ആഭിചാരത്തിന്റെ ബന്ധനം അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ആഭിചാരത്തിന്റെ ബന്ധനം അഴിയട്ടെ. വാതുറന്ന് ശക്തമായിട്ട് പറഞ്ഞേ, യേശുവിന്റെ നാമത്തിൽ. മന്ത്രവാദത്തിന്റെ ബന്ധനം അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. സാമ്പത്തിക തകർച്ച മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. കുടുംബ തകർച്ച മാറട്ടെ. സാത്താൻ ഒരുക്കിയിരിക്കുന്ന സകല കെണികളെയും ഞങ്ങൾ തകർക്കുന്നു, ഞങ്ങൾ തകർക്കുന്നു. യേശുവിന്റെ രക്തമേ ഞങ്ങളെ കഴുകണമേ. കരമുയർത്തി സ്തുതിച്ചേ. എല്ലാവരും സ്തുതിക്കട്ടെ. ഓരോ ശക്തിയോടെ സ്തുതിച്ച് യേശുവേ എന്ന് വിളിച്ച്, യേശുവേ തലമുറകളിലൂടെ ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സകല ശക്തികളെയും കർത്താവേ തകർക്കണമേ എന്ന് ആഗ്രഹിച്ചെന്ന് വിളിച്ച് യേശുവേ. ഓരോ ചങ്കുപറ്റി വിളിക്കട്ടെ യേശുവേ. ഹല്ലേലൂയ. ഇതും നമുക്കൊരാവശ്യമാണ്. ഇന്ന് ഈ മേഖല വളരെ വ്യാപകമായിട്ടുണ്ട്. ഇത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഈ മേഖലയിൽ. ഇന്ന് ഈ മേഖല വളരെ വ്യാപകമാണ്. മന്ത്രവാദം, ആഭിചാരം, മറ്റു തിന്മകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ കുടുംബങ്ങൾ, അവിടെ ജോലി മേഖല, ബിസിനസ് എല്ലാം തകർക്കാനായിട്ട് വ്യക്തികളും പലരും ഇന്നുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.